രാമാനുജൻ ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. സുഗുണം പോകരുത്. അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. കടലിന്റെ ഉള്ളിലേക്ക് കൂടിയൊക്കെ പോയപ്പോ കുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം, നമ്മുടെ നാടിങ്ങനെ മാറിയല്ലോ എന്ന്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. അവന്മാർ അങ്ങനെ കുറെ നാടുകൾ. വേറെ ഒരു വാർത്ത വന്നത്, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. വ്യവസായിക്ക് പേരില്ലട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യന് പേരും അഡ്രസ്സും ഒന്നുമില്ല. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. 1.5 കോടി. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താണ് ഈ കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു വന്നു. അയാളെ അന്വേഷിച്ച് വന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കഴിഞ്ഞില്ലേ, അതിന്റെ 10 വാർഡിൽ എല്ലാം കയ്യിന്ന് പോവാ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചാ ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. അങ്ങനെ ഇല്ലാത്ത കഥകള്, അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, ഹൈദരാബാദിൽ വന്ന് ഡൽഹിയിൽ വന്ന് ഞങ്ങൾ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്, 8 സ്വർണ്ണ പന്തുകളാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ട എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയല്ലാതെ. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ. LDF വരും, എല്ലാം ശരിയാകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ